ഈ യുദ്ധം നടന്ന ദിവസത്തെ ഒരു ബദർ ദിനം എന്ന നിലക്കാണ് പുരോഹിതന്മാർ പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള ഉത്തമ തലമുറയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിനം നമ്മൾ കാണൂല. അപ്പോൾ ഉത്തമ തലമുറ സ്വീകരിക്കാത്തതും ആചരിക്കാത്തതുമായ ഒരു കാര്യം ഒരു പ്രത്യേക ദിനമാക്കി എടുത്ത് ആചരിക്കപ്പെടുക എന്നത് പുതിയതായി ഉണ്ടാക്കപ്പെട്ട വഴികേടായ തള്ളപ്പെടേണ്ട കാര്യമാണ്. ഒരു സംശയവും അതിലില്ല. കാരണം ഉത്തമ തലമുറക്ക് കിട്ടാത്തതും പരിചയമില്ലാത്തതും അവർ പകർത്താത്തതുമായ ഒരു നന്മ അതെങ്ങനെ ഇസ്ലാമിലുണ്ടാകുക? അതുകൊണ്ടാണല്ലോ അവർ പിന്നെ ഖൈറുന്നാസ് ജനങ്ങളിൽ ഉത്തമരായത്. അപ്പോൾ ജനങ്ങളിൽ ഉത്തമരായവർക്ക് കിട്ടാത്ത ഒരു ഖൈറ് നമുക്കുണ്ടാവില്ല. അതാണ് ഇസ്ലാം പഠിപ്പിച്ച ഖൈറിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണല്ലോ ഖൈറ് എന്നത്. അത് അവർക്കില്ലെങ്കിൽ ഇനി നമുക്ക് ആർക്കും അത് കിട്ടാനില്ല. രണ്ടാമത്തത്, ഇങ്ങനെ ബദറിനെ ഒരാണ്ടായി കൊണ്ട് നടക്കുക, ഒരാണ്ടാഘോഷമായി കൊണ്ട് നടക്കുക. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ പങ്കെടുത്ത അവരെ നേതാവാണ്. ബദറിൽ ആയിട്ടില്ലാത്ത എത്രയോ സ്വഹാബികൾ പിന്നീട് ജീവിച്ചിട്ടുണ്ട്. എന്തി അവരാരും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആണ്ട് കൊണ്ടാടിയില്ല? കാരണം ആണ്ട് ഒരു ഈദ് എന്ന് പറഞ്ഞാൽ ശരീഅത്താണല്ലോ. ഒരാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശറഇൽപ്പെട്ട ഒരു കാര്യമാണ്, ദീനിൽപ്പെട്ട ഒരു നിയമമാണ്. അപ്പോൾ ശറഇൽപ്പെട്ടത് അവർക്ക് ഇല്ലെങ്കിൽ നമുക്കെങ്ങനെ ഉണ്ടാകും? അവർക്കില്ലാത്തൊരാഘോഷവും അതേപോലെ തന്നെ ആചാരവും എങ്ങനെയാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറം ജീവിക്കുന്ന നമുക്കുണ്ടാകുക? അപ്പോൾ അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൻ്റെതല്ല. ആണ്ട് പറഞ്ഞ പരിപാടി തന്നെ എന്തല്ല? ഇസ്ലാമിൻ്റെതല്ല.